Radio Library. Radio Library with RJ Radish. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ എഴുത്തുകാര്, പുതിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പരിചയപ്പെടാറുണ്ട്. അത് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു പഴയ പുസ്തകത്തിലേക്ക് പോകാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള നിരവധി പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം എഴുതിയതിൽ രണ്ടാമത്തെ പുസ്തകം, ആ പുസ്തകത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. എന്റെ കൂടെ ഇന്ന് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് അഷ്റഫ് മടിയേരിയാണ്. അദ്ദേഹവും ഒരു എഴുത്തുകാരനാണ്, നിരവധി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ കൂടിയാണ്. സ്വാഗതം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക്. താങ്ക് യു രതീഷ്. ഞാനിപ്പോ പറഞ്ഞു MTയുടെ രണ്ടാമത്തെ നോവൽ എന്ന് നമ്മൾ പറഞ്ഞു. കുറെ പഴയ പുസ്തകത്തിലേക്കാണ് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം സത്യം പറഞ്ഞാല് MTയുടെ പുസ്തകങ്ങളിൽ എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ വായിച്ച ആദ്യത്തെ നോവലാണെന്ന് പറയാം. കുട്ടിക്കാലത്ത് കോമിക്കുകളിൽ നിന്നും മാറി ഒരു നോവൽ കഥകൾ വായിച്ചു തുടങ്ങുന്ന കാലത്ത് വായിച്ച ഒരു പുസ്തകമാണിത്. അന്ന് വായിച്ചതിന് ശേഷം എന്റെ പട്ടിയിൽ കിടന്ന് ഗൾഫിലെത്തി. അതിനുശേഷം ഒരു പുനർവായനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കഥയിലെ തീമിനെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാല് ഈ നോവൽ ഒരു കാത്തിരിപ്പിന്റെ കഥ എന്ന് പറയാം. ഇതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കഥാപാത്രം, ആ കഥ നടക്കുന്ന നൈനിറ്റാളാണ്. നൈനിറ്റാൾ എന്ന സ്ഥലം, ആ സ്ഥലത്തെ പറ്റി MT ഇവിടെ പരാമർശിക്കുന്നില്ല, താഴ്വാര എന്നൊക്കെയാണ് പറയുന്നെങ്കിലും ഒന്നാമത്തെ കഥാപാത്രം അത് തന്നെയാണെന്ന് പറയേണ്ടി വരും. കഥയിൽ എവിടെയും ആ സ്ഥലവും ആ സ്ഥലവർണ്ണനയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രണ്ടാം മുഴവും നാലുകെട്ടുമൊക്കെ MTയുടെ വളരെ പ്രധാനപ്പെട്ട നോവലുകളാണ്. ആ കൂട്ടത്തിൽ ഈ നോവൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നോവലിന്റെ പേര് മഞ്ഞ്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയെ പോലെ ഒരു 90 to 100 പേജിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ ഇതിലെ കഥ, അദ്ദേഹത്തിന്റെ ആ MTയുടെ കൈയടക്കം എന്ന് പറഞ്ഞാൽ ഇതൊരു 400 പേജോ അല്ല 500 പേജോ എഴുതാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഒരു 100 പേജുകൾ ചാറ്റിക്കുറുക്കി വിഷയം മാത്രം പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ഇത് സത്യത്തിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4-5 കഥാപാത്രങ്ങൾ മാത്രമേ ഇതിലുള്ളെങ്കിലും ഈ പുസ്തകം ഒരിക്കൽ വായിച്ച ആർക്കും ഈ കഥാപാത്രങ്ങളെ മറക്കാൻ കഴിയില്ല, ഈ കഥയും മറക്കാൻ കഴിയില്ല. ആ സ്ഥലവും ശരിക്കും നൈനിറ്റാളിൽ ഞാനിതുവരെ പോയിട്ടില്ല, പക്ഷെ നൈനിറ്റാളിൽ പലതരം തവണ പോയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അത്രയും ഈ കഥാപാത്രങ്ങൾ ഒക്കെയും തന്നെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എനിക്ക് ഇതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. വളരെയധികം കാവ്യ ഭംഗി ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവൽ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഒരു വരിയിലും 4 വരികൾ പറയാനുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാണ് MT മാജിക് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ പുസ്തകത്തിന്റെ ഒരു തീം തന്നെ ഒരു കാത്തിരിപ്പിന്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ തീമിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ഇവിടെ ഒരു ആവറേജ് ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വരുന്നപ്പോഴേ കാത്തിരിപ്പാണ്. ഇപ്പോൾ ഒരു വിസ എന്നുള്ള സ്വപ്നം ആളെ മനസ്സിൽ കൊടിയേറുന്നതോടൊപ്പം അദ്ദേഹം പിന്നെ വിസക്കായി കാത്തിരിക്കുകയാണ്. വിസ കിട്ടിയ ശേഷം ഗൾഫിൽ വരാനുള്ള ഡേറ്റിനായി കാത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ജോലിക്കായുള്ള കാത്തിരിപ്പ്, ഒഴിവ് ദിനത്തിനായി കാത്തിരിപ്പ്, ആഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ ശമ്പളത്തിനായി കാത്തിരിപ്പ്, 12 മാസം കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പോകാനുള്ള കാത്തിരിപ്പ്. ഇങ്ങനെ കാത്തിരിപ്പുകളോടെ തീരുന്നതാണ് ഒരു പ്രവാസിയുടെ ജീവിതം എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ നാട്ടിൽ പോയാൽ ഇതുപോലെ തന്നെ ഒരു മാസത്തെ ലീവ് കിട്ടും, വീണ്ടും കാത്തിരിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് MTയുടെ ഈ കഥയും ആവറേജ് പ്രവാസിയും തമ്മിൽ ലിങ്ക് ചെയ്യണം തോന്നി. അതാണ് ഈ പുസ്തകം അവതരിപ്പിക്കാൻ പോലും എനിക്ക് പ്രചോദനമായത്. ഇപ്പൊ മഞ്ഞിന്റെ ആ ഒരു എഴുത്ത് രീതിയും ഇപ്പോഴത്തെ എഴുത്തുകൾ നമ്മൾ വായിച്ചിരിക്കുമ്പോൾ കുറച്ച് പഴയതിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് ആ ഒരു എഴുത്തിന്റെ രീതി തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മഞ്ഞ് എന്ന നോവലിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ പേജിലേക്ക് നമുക്ക് വരാം. അഷ്റഫ് മടിയേരിയാണ് ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കൂടെയുള്ളത്. വായിക്കാനൊന്നുമില്ല, കട്ടിലിൽ കിടന്നു കൈ എത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വെച്ച റാക്കിൽ അടുക്കില്ലാതെ കൂട്ടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ച് തീർച്ചയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറിച്ചു നോക്കി. സുഗമമായ ശരീരം വിറ്റ് കിരീടം വരെ വിലക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു, മടുപ്പ് തോന്നി. പുസ്തകം മെത്തയിലിട്ടു കണ്ണടച്ചു കിടന്നു. തുലാം വർഷത്തിൽ കുതിർന്ന രാത്രിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കവിങ് തോപ്പിൽ നിന്നല്ലേ ചീവീടുകൾ ശബ്ദം കേൾക്കുന്നത്? കുമയൂൺ മലകളിൽ പകൽ വെളിച്ചമുള്ളപ്പോൾ കരയുക. 9 വർഷം ജന്തുശാസ്ത്രം പഠിപ്പിച്ച തനിക്ക് ചീവീടുകളുടെ ഹാബിറ്റേറ്റും അറിഞ്ഞുകൂടാ. കുമയൂൺ കുന്നുകളിൽ പകൽ വെളിച്ചത്തിൽ നിശബ്ദതയിൽ ചീവീടുകൾ കരയുന്നു. ഫൈലം ആർത്തോപ്പോടെയാണ്. ക്ലാസ്. ഈശ്വര, എന്തെല്ലാം വിഡിത്തമാണ് തോന്നുന്നത്. നിശബ്ദതയുടെ സംഗീതം പുറത്തെ മൂടൽമാഞ്ഞ് മുറിക്കകത്തേക്ക് കടന്നു വന്നു. വാതിൽക്കൽ മുട്ടുകെട്ടാണ് കണ്ണു തുറന്നത്. എത്ര നേരമാണ് മയങ്ങിക്കിടന്നത്? മുറിയിൽ മഞ്ഞ് കടന്നതല്ല, ഉറക്കത്തിന്റെ നനുത്ത മൂടപടം ഊഴ്ന്നു വീഴുന്ന കണ്ണുകളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. വീണ്ടും മുട്ടുകെട്ടു. അമർസിംഗ് ആയിരിക്കുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. രശ്മി വാജ്പേയിയാണ്. ഇന്നലെയും ഇന്നും കാലത്തുമായി മറ്റു കുട്ടികൾ സ്ഥലം വിട്ടു കഴിഞ്ഞിരിക്കുന്നു. രശ്മി മാത്രം ബാക്കിയാണെന്ന കാര്യം അപ്പോഴാണ് ഓർത്തത്. ടീച്ചർജി, ഞാൻ പോകുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം വിമല. കാത്തിരുന്ന് തന്റെ ജീവിതത്തിൽ 9 വർഷങ്ങൾ അറിയാതെ കടന്നുപോയ 31 വയസ്സുള്ള വിമല എന്ന 31-കാരിയുടെ മനസ്സിലൂടെ, ശരീരത്തിലൂടെ, ചിന്തയിലൂടെ, പരിസരങ്ങളിലൂടെ വായനക്കാരും കടന്നു പോകുന്നു. വാർഡനായി ജോലി ചെയ്യുന്ന ഹോസ്റ്റലിൽ നിന്ന് 3 മണിക്കൂർ മാത്രം ദൂരമുള്ള സ്വന്തം വീട്ടിലേക്ക് പോകാൻ മനസ്സിലാതെ വെക്കേഷൻ സമയത്ത് എല്ലാവരും നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ കുട്ടികൾ ചോദിക്കും, ടീച്ചർ എന്നാണ് പോകുന്നത്? നാളെ എന്ന് ഉത്തരം പറയും. വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു വന്നാൽ ടീച്ചർ എപ്പോൾ വന്നു?
ഇന്നലെ എന്ന് പറയും. ഇതിൽ പറഞ്ഞതുപോലെ വിരഹമായി ആരെയോ കാത്തിരിക്കുന്ന ഈ വിമല ജീവിതം അവിടെ തന്നെ ജീവിച്ചു തീർക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഈ പുസ്തകം വായിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് ഈ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ ഒരു ക്യാമറയും സഞ്ചരിക്കുന്നത് പോലെയാണ്. നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ ശരിക്കും ഇതിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാണേണ്ടതില്ല. സത്യത്തിൽ ഇതൊന്ന് വായിക്കുമ്പോൾ തന്നെ അലസമായി വായിച്ചാൽ പോലും ആ പരിസരവും പരിസര പ്രദേശവും നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിൽ തോന്നും. അത്ര ഭംഗിയായും വളരെ ലളിതമായും അല്ലെങ്കിൽ എങ്ങനെ പറയാം അത്രയും നന്മയത്തത് കൂടിയാണ് MT ഈ കഥ പറയുമ്പോൾ ആ സ്ഥലവർണ്ണനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 9 വർഷമായി അവൾ കാത്തിരിക്കുകയാണ്. തന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്നു മറഞ്ഞ സുധീർ കുമാർ മിശ്ര എന്ന വെള്ളാനും കണ്ണുകളുള്ള കാമുകനെ. MTയുടെ മേജിക് എന്ന് തന്നെ പറയാം. ഇതിലെ പ്രധാന കഥാപാത്രമായ വിമല കാത്തിരിക്കുന്ന സുധീർ കുമാർ മിശ്രയെ പോലും ഏതാനും സ്ഥലത്ത് മാത്രമാണ് കഥയിൽ പരാമർശമുള്ളത്. അതും അവൾ ഓർക്കുന്നതാവട്ടെ പെട്ടിയിൽ എന്തോ തിരയുമ്പോൾ കയ്യിൽ തടഞ്ഞ ചുവപ്പ് നിറത്തിൽ സംഗീത നോട്ടുകൾ തുന്നിപ്പിടിപ്പിച്ച സ്വെറ്റർ കാണുമ്പോൾ മാത്രമാണ്. സുധീർ കുമാർ മിശ്ര യാത്ര പറയുന്ന തലേ ദിവസം അവർ ഒരുമിച്ചൊരു കടയിൽ കയറുന്നു. ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നു. അവർ സ്വെറ്റർ തിരഞ്ഞെടുക്കുന്നു. ആർക്കാണെന്ന് അറിയില്ല. അത് ലഭിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന കമന്റോട് കൂടി വിമല ആ സ്വെറ്റർ തിരഞ്ഞെടുക്കുന്നു. ഒരു ബസ് യാത്രയിൽ പരിചയപ്പെട്ട കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാൾ എന്റെ എല്ലാമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ആ നഷ്ടനമ്പരം വായനക്കാലിൽ കൂടി പകരുകയാണ് MT എന്ന എഴുത്തു മാന്ത്രികൻ. അയാളുടെ സിഗരറ്റ് മണം നിറഞ്ഞ അയാൾ സമ്മാനിച്ച സ്വെറ്റർ കരുതലോടെ സൂക്ഷിക്കുന്ന വിമല. ഓരോ ദിവസവും പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും. കാരണം ഓരോ ദിവസവും വരുന്ന കത്തുകളുടെ കൂട്ടത്തിൽ 9 വർഷമായി കാത്തിരിക്കുന്ന തന്റെ കാമുകന്റെ കത്തുണ്ടെന്ന് കരുതും. പക്ഷെ അപ്പോഴൊന്നും കത്തുണ്ടാവുകയില്ല. ഇത്രയൊക്കെ ആയിട്ടും ഒരു ഉറപ്പുമില്ലാതിരുന്നിട്ടും അവർ തന്റെ കാമുകനെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സുധീർ കുമാർ മിശ്രയെ ഒരിക്കലും അവർ വെറുക്കുന്നില്ല. ഈ നോവലിലെ രണ്ടാമത്തെ കഥാപാത്രമാണ്. നമ്മൾ നോവൽ വായിക്കുന്ന ആരുടെയും മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രമാണ് ബുദ്ധു. ബുദ്ധു എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയി. അദ്ദേഹം അവന്റെ അച്ഛനെയും കാത്തിരിക്കുകയാണ് ഒരു ഫോട്ടോവുമായിട്ട്. അദ്ദേഹം ഇനി വരുന്ന ഏതെങ്കിലും സീസണിൽ തന്റെ അച്ഛൻ വന്നെത്തുമെന്ന പ്രതീക്ഷയിൽ ബുദ്ധുവും കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ബുദ്ധു. ഈ ബുദ്ധു മനസ്സിൽ നമ്മുടെ ഈ കഥ വായിക്കുന്ന ആരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ബുദ്ധുവും. ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ തണുപ്പിക്കുന്ന മഞ്ഞല്ല, മനസ്സിനെ മൂടിയിരിക്കുന്ന വിഷാദത്തിന്റെ മഞ്ഞാണ് ഈ നോവൽ എന്ന് പറയാൻ കഴിയും. തനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാം ഒരേപോലെ ഇതേ കാത്തിരിപ്പിന് ഇരകളാണ് എന്നതാണ് വിമലയുടെ ദുഃഖത്തിന് അവളെ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നത്. അച്ഛൻ മരിക്കാൻ കാത്തിരിക്കുന്ന അമ്മയും അമ്മയുടെ കാമുകനും തന്റെ കുത്തഴിഞ്ഞ് ജീവിതത്തിന് പണം കിട്ടാൻ മാർഗം നോക്കിയിരിക്കുന്ന അനിയൻ, അയലത്തുകാരൻ വെളുത്ത സായിപ്പിന്റെ പ്രണയം കാത്ത് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന അനുജത്തി. ഇതൊക്കെയാണ് വിമലയുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിമലയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നാതിരിക്കുന്നതും. വളരെ ഗൗരവക്കാരന അച്ഛൻ, ഏത് കാര്യത്തിലും വളരെ നിഷ്കർഷയുള്ള കുടുംബാന്തരീക്ഷം. ഇതൊക്കെയാണ് വിമലയുടെ പ്രശ്നങ്ങൾ. ഈ കഥയിൽ തന്നെ MT മനഃപൂർവ്വം പല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഒരു സർജാർജി. ശ്വാസകോശ അർബുദം ബാധിച്ച് മരണത്തിന്റെ വക്കിലെത്തുന്ന അദ്ദേഹവും ഈ താഴ്വരയിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ അറിയാതെയോ ഈ വിമലയെ തന്നെ പരിചയപ്പെടുകയാണ്. വിമലയോട് അദ്ദേഹം തന്റെ ഇഷ്ടം പോലും തുറന്നു പറയുന്നുണ്ട്. മരണത്തിന്റെ ദിനങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും വിമലയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് അവൾക്കൊപ്പം ഒരു സായാഹ്ന സവാരിക്ക് കാത്തിരിക്കുന്ന വയസ്സൻ സർജാർജി. ഈ സർജാർജിയും അവരെ പിരിഞ്ഞു പോകുകയാണ്. അദ്ദേഹം സത്യത്തിൽ എന്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, എന്റെ രക്ഷിതാവ് വരാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം കാത്തിരിക്കുന്ന മരണത്തെയാണ്. ഓരോ കാത്തിരിപ്പിനും അതിന്റെ ന്യായങ്ങളുണ്ട്. ഈ കാത്തിരിപ്പുകളൊക്കെ പറയാൻ വേണ്ടി വിമലയെ മുന്നിൽ നിർത്തുന്ന കഥാകാരൻ വലിയൊരു കാത്തിരിപ്പാണ് വിമലയും കൊണ്ട് നടക്കുന്നതെന്ന് മനോഹരമായി പറയുന്നു. MTയുടെ ഭാഷയുടെ പ്രയോഗങ്ങളും കൈയടക്കളും വെളിവാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. എങ്കിലും എടുത്തു പറയാവുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച മധുരമായ ആ ശരീര സംഗമമായിരുന്നു. വിമലയുടെയും സുധീർ കുമാർ മിശ്രയുടെയും ഈ ശാരീരിക സംഗമം എത്ര ഒതുക്കി ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് വായനക്കാർക്ക് നൽകിയ മധുരം, അല്ലെങ്കിൽ വായന നൽകിയ മധുരം. കഥാസന്ദർഭങ്ങളും സ്ഥലവർണ്ണനയും ഇടകലർന്നു പോകുന്ന ഈ നോവൽ വായനക്കാരെ ആ പരിസരത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്വതയോടെ സംസാരിക്കാനും വിവേകത്തോടെ പെരുമാറാൻ കഴിയുന്ന വിമല തന്റെ കണ്ണുനീർ ആരും കാണാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറയുമെന്ന ഘട്ടത്തിൽ തന്റെ കിടക്കയിലേക്ക് എത്രയേറെ ദൂരമുണ്ടെന്ന് ചിന്തിക്കുന്ന വിമല മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ കഥാപാത്രമായി നിൽക്കുന്നു. വായനക്കിടയിൽ നല്ല അനുഭവമായി മഞ്ഞിൻ പാടുകൾ അപ്പുറത്ത് തടാകത്തിലേക്ക് നോക്കി നിൽക്കുന്ന വിമലയുടെ ചിത്രം മനസ്സിൽ അറിയാതെ വരച്ചിടുന്നു എഴുത്തുകാരൻ. പുറത്തു നിന്നും കടുത്ത കാറ്റ് വന്ന ജനാലക്കരികിൽ വിമല ഇന്നും കാത്തിരിക്കുന്നത് പോലെ തോന്നും. നിറമങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്ന തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞുകിടന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിന്റെ അരിനത്തല തന്റെ ചുവട്ടിലേക്കടുത്തപ്പോൾ അവൾ നോക്കി. മഞ്ഞപ്പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. അവൻ താഴെ തോണി അടുപ്പിച്ചു. സീസൺ എത്ര വേഗം കഴിഞ്ഞു മേം സാബ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു, ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മേം സാബ്? യെസ്, അതെ. അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ
അലസമായി ആവർത്തിച്ചു. അടുത്ത കൊല്ലം നോക്കാം. മേം സാബ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൽ നിറമുള്ള കനത്ത കുപ്പായത്തിൽ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ചിത്രമുണ്ട്. മുമ്പൊരിക്കൽ വിമലയ്ക്ക് ഇത് കാണിച്ചു കൊടുത്തതാണ്. വരാതിരിക്കില്ല. അല്ല മേം സാബ്. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടക്കുന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല. ഇങ്ങനെയാണ് ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നത്. തീർച്ചയായും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പുസ്തകം ഒരിക്കലും വായനയിലൂടെ അല്ലാതെ ഒരു അവതരിപ്പിക്കാനതിനേക്കാളും കൂടുതൽ ഈ പുസ്തകം വായിച്ച് തന്നെ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മഞ്ഞിന്റെ അവസാന പേജിലേക്ക് വരുമ്പോഴും നമുക്ക് സുധീർ മിശ്ര ആയിരിക്കും ഓർമ്മ. എന്നാണ് സുധീർ മിശ്ര തിരിച്ചു വരിക അല്ലെ? സുധീർ മിശ്രയും ബുദ്ധുവിന്റെ അച്ഛനും രണ്ടുപേരും കാത്തിരിക്കുകയാണ്. ബുദ്ധു അച്ഛനെ കാത്തിരിക്കുന്നു. വിമല സുധീർ കുമാർ മിശ്ര എന്ന വെള്ളാരം കണ്ണുകളുള്ള കാമുകനെ കാത്തിരിക്കുന്നു. വെള്ളാരം കണ്ണുകളുള്ള കാമുകനെ കാത്തിരിക്കുന്ന വിമല. ശരിക്കും നമ്മളും ഈ ഒരു പുസ്തകത്തിലൂടെ സഞ്ചരിച്ചു പോകും. ഇപ്പം അഷ്റഫ് മടിയേരി പറഞ്ഞ പോലെ തന്നെ ഈ പുസ്തകം നമ്മൾ വായിക്കുക. നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ചിലരുടെ ജീവിതത്തിനുള്ളിൽ നമ്മളും പെട്ടുപോകുന്ന രീതിയിൽ തന്നെയാണ്. ഇത്രത്തോളം കാവ്യഭംഗിയിൽ തന്നെ ഇത് MT എഴുതിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ഈ നോവൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും പുറത്തു നിന്നും തണുത്ത കാറ്റ് വീശുന്ന ജനാലക്കരികിൽ ഗോൾഡൻ ലോക്ക് വില്ലയിൽ ജനാലക്കരികിൽ ഇപ്പോഴും വിമല ആരെയോ കാത്തിരിക്കുകയായിരിക്കുന്നു. സർദാർജി ഒരുപക്ഷെ മരണപ്പെട്ടു പോയിരിക്കാം. ബുദ്ധുവും കാത്തിരിക്കുന്നുണ്ടാവാം. ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന ആർക്കും ജനാലക്കരിയിൽ കാത്തിരിക്കുന്ന വിമലയുടെ മുഖം ഓർക്കാതെ വയ്യ. തീർച്ചയായിട്ടും കാത്തിരിപ്പിന്റെ പ്രണയം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ കാത്തിരുന്നതിന്റെ ആദ്യത്തെ ഒരു പ്രണയ നായിക എന്ന് വിമലയെ വിശേഷിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതാണ് MTയുടെ മഞ്ഞ് എന്ന നോവൽ. MTയുടെ മാജിക് എന്നും പറയാം. തീർച്ചയായിട്ടും മാജിക് എന്ന് പറയാൻ കാരണം അതിലെ എഴുത്തുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് വല്ലാത്തൊരു ഫീൽ, അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമ്മളും ആ കഥയ്ക്കുള്ളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ടും നമുക്കും പറയാനുള്ളത് അത് തന്നെയാണ്. എല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കുക. കുറച്ച് പഴയ പുസ്തകമാണ്. 1964 എഴുതിയ ഒരു നോവൽ കൂടിയാണ്. ഉറപ്പായിട്ടും മഞ്ഞ് എന്ന നോവൽ എല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അഷ്റഫ് മടിയേരി ഒരുപാട് നന്ദി. ഇത്തരം പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസിക് പുസ്തകങ്ങൾ കുറെ ഉണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു രതീഷ്. അഷ്റഫ് മടിയേരി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം മഞ്ഞ് എന്ന നോവലാണ്, അതായത് MT വാസുദേവൻ നായർ രചിച്ച മഞ്ഞ് എന്ന നോവലാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ MT വാസുദേവൻ നായരുടെ നോവലുകളിലും രണ്ടാമത്തെ നോവൽ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും മഞ്ഞ്. അപ്പൊ അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് MTയുടെ ഒരു വള്ളുവനാടൻ ശൈലിയിലുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ വായിച്ചിട്ടില്ലാത്തവര് മഞ്ഞ് എന്ന നോവല് സിനിമയെക്കാളൊക്കെ ഉപരി ഈ നോവല് വായിക്കുക എന്ന് തന്നെയാണ് നമുക്കും സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകത്തിന്റെ വിശേഷങ്ങളൊക്കെ എത്തിച്ചേരാം. അതുവരെ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.